ഗുഡ് മോർണിംഗ്. ഏതൊരു വ്യക്തിയുടെ ക്യാരക്ടർ ട്രേറ്റ്സ് ഇതിപ്പോൾ മൂവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. പ്രൊട്ടാഗോണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡിങ് ക്യാരക്ടറാണ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്ക്രൈബ് ക്യാരക്ടർ. സോ ഹൗ വി ക്യാൻ ഡിസ്ക്രൈബ് ക്യാരക്ടർ? ambitious, immoral. Okay, so this is the pronunciation. Amoral. അല്ല വരുന്നത്, എ ആണ് വരുന്നത്. എമോറൽ. Amoral. മോറൽസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിനെ, ഒരു പ്രിൻസിപ്പാലിറ്റീസ്, മോറൽസ്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് എന്നൊക്കെ പറയാം, എക്സാമ്പിൾ എന്ന് പറയാം, ബിസിനസ് എന്ന് അറിയാം എമോറൽ ആക്ടിവിറ്റിയാണ്. അവർ ലാഭം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഫോക്കസ്ഡ് ഓൺ സക്സസ്. അഡ്വക്കേറ്റ്സ്, ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് ആണെങ്കിലും ദേ ആർ മോർ ഫോക്കസ്ഡ് ഓൺ ദർ എമോറൽ ആക്ടിവിറ്റി. അത് അങ്ങനെ ആകരുത് എന്നാണ് പറയുന്നത്. സർവീസസ് ആണ് ചെയ്യുമെങ്കിലും എമോറൽ എന്ന് പറയുന്നു. സോ അരഗന്റ് എന്ന് വെച്ചാൽ ഇതാണ് അരഗന്റ്. എനിക്ക് വേർഡ് കിട്ടുന്നില്ല. ഓക്കെ, അഹങ്കാരം പിടിച്ച, ചൈൽഡിഷ്, ക്രൂവൽ, ഡിഫിക്കൽട്ട്. ഓക്കെ, നൗ ഡിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമണിനെ പോലെയുള്ള സില്ലി ആയിട്ട് ഒരു ക്യാരക്ടറിനെ മെൻഷൻ ചെയ്യാനായിട്ടാണ് ഈ വേർഡ് ഡിസി എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ മൂവി ഷീ പ്ലേഡ് ദ പാർട്ട് ഓഫ് എ ഡിസി ബ്ലോണ്ട്. സോ ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിന്റെ ഇതാണ് പറയുന്നത്, ഡിസി ബ്ലോണ്ട്. ഓക്കെ, സില്ലി ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരുന്നത്. നൗ അതർ വേർഡ്സ് ആർ ഡോമിനിയറിംഗ്, ഫെമിനൈൻ, ഫൂളിഷ്, ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും അൺഫ്രണ്ട്ലി ആണ്, ഒരിക്കലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത. ഹോസ്റ്റൈൽ. ഓക്കെ, അതാണ് എ ഹോസ്റ്റൈൽ ക്രൗഡ്. ദേ ആർ നോട്ട് അക്സെപ്റ്റിംഗ് അസ്. The president had a hostile receptions in Ohio this morning. So reception എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവ് ചെയ്യണം അല്ലേ. പക്ഷെ ഒരു പ്രസിഡന്റ് കിട്ടിയ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു റിസപ്ഷൻ വളരെ ഹോസ്റ്റൈൽ ആയിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലുള്ള പ്രസിഡന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ ആണ്, പ്രസിഡന്റ് തന്നെയാണ് എൻ്റെ വിചാരം. പ്രസിഡന്റ് വന്നപ്പോൾ, ഇന്ത്യയിൽ വന്നപ്പോൾ വളരെ തണുത്ത ഒരു പ്രതികരണമാണ് കിട്ടിയത്. നമുക്കത് ന്യൂസിൽ സെർച്ച് ചെയ്ത് കിട്ടും. വളരെ മോശപ്പെട്ട ഈ ഹോസ്റ്റൈൽ റിസപ്ഷൻ ആയിരുന്നു കിട്ടിയിരുന്നത്. ഓക്കെ, നൗ ഇൻഡിഫറൻറ്റ്, ഇറസ്പോൺസിബിൾ, ഇൻറ്റൻസ്, ലോയൽ, മാനിപ്പുലേറ്റീവ്, മീൻ സ്പിരിറ്റഡ്, നീഡി, ഓപ്പൺ മൈൻഡഡ്, ഓവർബിയറിംഗ്, pathetic, shy, social, sympathetic, trusting, അൺകൺവെൻഷണൽ, വൾണറബിൾ. സോ ഇത് ഏതെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് സെർച്ച് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ഗിവ് യു സം അഡീഷണൽ വൊക്കാബുലറി വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫിലിംസ്. സോ ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്, ആ മൂവിയുടെ ഷോർട്ട് സെഗ്മെന്റ് പബ്ലിഷ് ചെയ്യണം ഓൺ എ ടെലിവിഷൻ. ട്രെയിലർ എന്ന് പറയുമ്പോൾ അത് ടെലിവിഷൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ടീസർ എന്ന് പറയുമ്പോൾ ഷോർട്ട് സെഗ്മെന്റ്, അതാണ് കറക്റ്റ്. ടീസറാണ് അതിന്റെ ഷോർട്ട് ആയത്, പക്ഷെ ടെലിവിഷനിലേക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ട്രെയിലർ ആയിട്ട് മാറുന്നു. ഓക്കെ, സീക്വൽ, ഒരു സിനിമ, ഡോക്യുമെന്റ്സ്, ഡ്രാമാസ് ഒക്കെ സീക്വൽ ആണ്. കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആരൊക്കെ അതിനകത്ത് പെർഫോം ചെയ്തു. ഡബ് മൂവീസ് അത് നവഡേയ്സ്. സിനിമാറ്റോഗ്രഫി. നൗ veteran. Okay, once again let's check the pronunciation. Veteran. 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 പ്രൊനൗൺസിയേഷന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലത്തെ വേർഡ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. വെറ്ററൻ. ഓക്കെ, ദിസ് ആർ ദ ഒരു വ്യക്തിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ആ വ്യക്തിനെയാണ് വെറ്ററൻ എന്ന് പറയുന്നത്. So this is a person in the team who has had a long service experience in filmmaking. ഇത് ഫിലിം മേക്കിംഗിൽ മാത്രമല്ല ഏത് കാര്യത്തിലായാലും പറ്റും. വെറ്ററൻ. സോ 20-year veteran ഓഫ് ദ ന്യൂയോർക്ക്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അൺഫെമിലിയർ വേർഡ്സ് ആണ്. 20-year veteran of the New York Police Department. Ceremony was attended by many of the surviving veterans of the Second World War. Okay. Now cameo. സി എന്നുള്ള പ്രൊനൗൺസിയേഷൻ എപ്പോൾ വരുമ്പോഴും സി അല്ല, കെ ആയിട്ടാണ് വരുന്നത്. cameo.
ഓക്കെ. ക്യാമിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ട് ഇവിടെ തന്നെ a small but noticeable part in a film or play performed by a famous actor. Okay. വളരെ ഷോർട്ട് ആയിരിക്കാം. എ ക്യാമിയോ ഇസ് ദ ബ്രീഫ് അപ്പിയറൻസ്, വളരെ ഷോർട്ട് അപ്പിയറൻസ് ഓർ വോയിസ് ഓഫ് എ പേഴ്സൺ ഇൻ ദ വർക്ക് ഓഫ് പെർഫോമിംഗ് ആർട്സ്, ടിപ്പിക്കലി അൺനെയിംഡ് ഓർ അപ്പിയറിംഗ് ആസ് ദംസെൽഫ്. സോ ക്യാമിയോന്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. സമ്മർ ഇൻ ബെത്ലഹേമിൽ ഷോർട്ട് ആയിട്ടാണ് മോഹൻലാൽ വരുന്നത്, ലാസ്റ്റ് ആൻഡ് ഒരു ജയിലായിട്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ മതിലുകൾ എന്നുള്ള സിനിമയിൽ വോയിസ് മാത്രമായിട്ടേ കൊടുക്കുന്നുള്ളൂ, KPC Lilitha. Okay, that is cameo. Okay, he appears briefly towards the end of the film in a cameo role as a priest. Cameo role as a priest. Cameo role as a priest. Now, former vice presidents makes a cameo. Vice president in the one subject ayondana makes nu parayumbo singular subject verb agreement varum. The former vice president makes a cameo appearance in the movie. Now comes blockbuster movie, script, stuntman, soundtrack. Movie songs in a soundtrack nana, actor, producer, director, special effect, blooper. Blooper എന്ന് പറയുന്നത് എംബാരസിങ് മിസ്റ്റേക്സ് ആണ്. ഇപ്പൊ ഡിസ്നി മൂവീസിലെ ബ്ലൂപ്പേഴ്സ് ഒക്കെ അന്വേഷിച്ചിട്ട് അപ്പൊ പിൻട്രസ്റ്റിൽ പോയി ബ്ലൂപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും മിസ്റ്റേക്സ് ഇൻ ദ മൂവി. ഓക്കെ. Box office cast who all are acting on those movies. Now come critic, flashback. ഒത്തിരി ഫ്ലാഷ്ബാക്ക് ഉള്ള സിനിമകളുണ്ട്. Sequel, cameraman, premiere. Now our next word is typecast. Okay. അതായത് പെർട്ടിക്കുലർ റോൾ ആ വ്യക്തി ചെയ്യുന്നതിനെ മാത്രം അവരൊരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയും. ആ വ്യക്തിനെ ഉദ്ദേശിക്കുമ്പോൾ തമാശ മാത്രമേ, ഇപ്പം ഹരിശ്രീ അശോകൻ തമാശ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ, ഒരു സീരിയസ് ആയിട്ട്. അതിനെയാണ് ടൈപ്പ് കാസ്റ്റ്. ഓക്കെ. ഇൻ പാർട്ട് കോളിംഗ് ഫോർ ദ സെയിം ക്യാരക്ടറിസ്റ്റിക് as those possessed by the performer. എപ്പോഴും സെയിം, ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ക്യാരക്ടർ. കൊച്ചുൻ ഹനീഫ. ഓക്കെ. റിപ്പീറ്റഡ്ലി ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് റോൾ, എപ്പോഴും നമുക്ക് സെയിം ടൈപ്പ് ഓഫ് റോളിനെ കാണുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഹെർ ടെലിവിഷൻ വർക്ക് ടൈപ്പ് കാസ്റ്റ് ഹെർ ആസ് എ ഹെൽപ്ലെസ് വിക്ടിം. ഹെൽപ്ലെസ് ആയ ഒരു വ്യക്തിയായിട്ടാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്തത്. ഷീ സൂൺ ഫൗണ്ട് ഹെർസെൽഫ് ടൈപ്പ് കാസ്റ്റ് ആസ് എ ഡിസി ബ്ലോണ്ട്. ഡിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സില്ലി വുമൺ എന്നൊരു അർത്ഥത്തിലാണ് വരുന്നത്, മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ നെക്സ്റ്റ് വേർഡ് ഈസ് മിസ്കാസ്റ്റ്. സോ മിസ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു റോളിനെ എടുത്ത് നമുക്ക് അവരുടെ കയ്യിൽ കൊടുക്കുന്നതിനാണ് മിസ്കാസ്റ്റ് എന്ന് പറയുന്നത്. സോ ടു കാസ്റ്റ് ഇൻ ആൻ അൺസ്യൂട്ടബിൾ റോൾ, ലൈഫ് ഹാഡ് മിസ്കാസ്റ്റ് ഹെർ ഇൻ ദ റോൾ ഓഫ് വൈഫ് ആൻഡ് മദർ. ലൈഫ്, ജീവിതം അവളെ മിസ്കാസ്റ്റ് ചെയ്തു ഇൻ ദ റോൾ ഓഫ് വൈഫ് ആൻഡ് മദർ. ഓക്കെ. സോ ഇനി മൂവീസിനെ കുറിച്ച് ഫർദർ ആയിട്ട് കുറച്ചും കൂടെ വൊക്കാബുലറീസ്. ഇറ്റ്സ് സെന്റൻസ്. It's set in our movie എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ന്യൂയോർക്ക് in the 1950s. The film shot on location in Arizona. The main characters are who are there and what they play, and they are played by the main characters are of a president and they are played by any actor. It's a mystery, thriller or love story. How can we give opinion? Okay. So already we discussed some of the vocabulary related to that. I thought the film was great. Okay. Other words, okay, fantastic. Great, okay, fantastic. So now fantastic, terrible, the best scene or the worst scene. So this നമുക്ക് ഐൽസിൽ ഒരു ക്യൂ കാർഡ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വൊക്കാബുലറീസോ സെന്റൻസോ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം, ഐഡിയാസ് എക്സ്പാൻഡ് ചെയ്യാം. ദ ബെസ്റ്റ് സീൻ, which is the best scene, which is the worst scene. The plot is believable, seems a bit unlikely. Believable plot, unbelievable or unlikely. So believable plot, unlikely plot, best scene, worst scene, fantastic, terrible. So ഇപ്പം ഒരു മൂവിയുടെ കഥ പെട്ടെന്ന് അങ്ങ് നശിപ്പിക്കുക, എല്ലാ കഥയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ സീക്രട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ട്വിസ്റ്റ് പറയുന്നതിന് അവർ പറയുന്ന പേരാണ് സ്പോയിലേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സ്പോയിലേഴ്സ് എന്നൊരു വൊക്കാബുലറിയാണ് യൂസ് ചെയ്യുന്നത്.
ആ സ്പോയിലേഴ്സ് ആകാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അത് മൊത്തം പറയുന്നില്ല ഒരു വ്യക്തിയോട്, എങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ഫോർ യു, സോ ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ യു വാട്ട് ഹാപ്പൻസ് ഇൻ ദ എൻഡ്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ഇറ്റ് ഫോർ യു, സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ വാട്ട് ഹാപ്പൻസ് ഇൻ ദ എൻഡ്. You will have to go and see it for yourself. തിയേറ്ററിൽ തന്നെ പോയി കാണണം. Okay, you will have to go and see it for yourself. I don't want to ruin the surprise for you. I don't want to ruin the surprise for you. So some more useful adjectives which we can use to spice up your description. So, true to life. It's a real life story. It's a real story. ഒത്തിരി പൈലറ്റ്സിൻ്റെ ഒത്തിരി സ്റ്റോറീസ് ഉണ്ടല്ലോ, റിയൽ സ്റ്റോറി. True to life. Okay, examples നിങ്ങൾക്ക് തന്നെ പറയാം. The real story, remarkable, unusual. Remarkable അർത്ഥമാണ് unusual, good. Masterpiece അല്ലെങ്കിൽ Oscar winning. So these are the vocabularies related to movies. Thank you.